അപ്പൊ നമ്മള് യൂസ്ഫാക്കാന്റെ വീട്ടിലാണ് നമ്മള് രാവിലത്തെ വിശേഷം എടുക്കാന്ന് കരുതി 7 മണി ഇട്ടോളൂ 9 മണിയൊക്കെ ആകുമ്പോൾ പോകും. കുട്ടികളെ മദ്രസ പോയതാണ്. ഇന്നലെ തന്നെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഞങ്ങൾ വരുമ്പോഴേക്കും പോവരുത്. ഇപ്പൊ കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഇതായി. അല്ല പിന്നെ നമ്മളെന്നും ഫോണും മറ്റേ വീഡിയോ കോളൊക്കെ ചെയ്യണ്ടേ. പിന്നെ അതന്നെ കാണാതെ വരുമ്പോഴേക്കും പോവരുതേന്ന് പ്രത്യേകം പറഞ്ഞാ പോയത്. അല്ലെങ്കിൽ കണ്ടിട്ട് തന്നെ പോകുള്ളൂ കേട്ടോ. അപ്പൊ ഒരു 8:30 ആകുമ്പോഴേക്ക് വരും. അപ്പൊ നമ്മള് ചായ ഒക്കെ കുടിച്ചിങ്ങനെ സെറ്റ് ആണ്. തുണികളൊക്കെ മടക്കി ഇതണ്ട ബാഗില് പാക്കിംഗ് ആണ്. ഇവിടെ അമ്മേനെ നടത്ത് പോയി എടുത്തിട്ടാണ് പോവാന്. ഇവരൊക്കെ വന്നിട്ടാണ് അതിന് ഉമ്മാന്റെ അടുത്ത് പോകണ്ട്. കൊറേ വീടുണ്ട് അവര്. ഇനിയാളിപ്പോ അങ്ങോട്ട് ഇറങ്ങാൻ നിക്കണം. അവരെ വീട്ടിൽ കൂടെ പോകണം. ഇന്നലെ നമ്മളടുത്തുള്ളതിൽ എന്നും പോകാൻ പറ്റിയില്ല. അങ്ങനെ വന്നപ്പോ ഒരുപാട് സമയമായി. 9 മണിയൊക്കെ ആവാനായപ്പോഴാണ് നമ്മളെ വീട്ടിലേക്ക് കയറിയത്. പിന്നെ ചോറുണ്ട് എല്ലാവർക്കും ക്ഷീണമായിട്ട് എല്ലാവരും വീഡിയോ അപ്ലോഡ് ചെയ്യാതെ. അപ്പൊ ശരിക്കും എല്ലാരും കാത്തിരിക്കണ്ടെന്ന് അറിയാ. കാരണം യൂസ്ഫാക്കാന്റെ നാട്ടിൽ വന്നിട്ടുള്ള വിശേഷം കാണാൻ ഒരാൾക്ക് കുറെ ആൾക്ക് ഇഷ്ടമുണ്ടാവും, കാത്തിരിക്കോ. പിന്നെ ഒന്നാമെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇവിടുന്ന് വാങ്ങി അങ്ങോട്ട് പോലെ ഇവിടെയൊക്കെ ചെരുപ്പിട്ട് നടക്കണം. അത്രയും തണുപ്പാ. ഉള്ളിൽ കൂടെ ഞങ്ങൾ ചെരുപ്പിട്ട് നടക്കാത്ത പുതപ്പിന്റെ ഉള്ളിൽ കയറി അവന് 9 മണിക്ക് ഇറങ്ങുന്നേരം. അപ്പൊ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഒരു ചാൻസും പറ്റില്ല വീഡിയോ ഇടാന്. അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇല്ലാഞ്ഞ്. ഇന്നെന്തായാലും വരും. ഇപ്പൊ നമുക്ക് ചെന്നിട്ട് അച്ഛന്റെ ചാത്തരിക്കന്റെ ആണ്ട പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെന്നിട്ടാണ് തീർക്കുക. അതുകൊണ്ട് ഇന്നേ പോവുകയാണ്. ഇന്നും ഒരു വീട്ടിലൊന്നുമില്ല. പക്ഷെ നമുക്ക് പോകാൻ ഇതാക്കാൻ പറ്റൂല. നാളെ മറ്റേ പിന്നെ ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് അത്രയും സന്തോഷം. ഞങ്ങളെ മോൻ കണ്ടതിനല്ല ഭയങ്കര സന്തോഷം, ഹാപ്പിയാണെന്ന്. അത് നമുക്ക് നമ്മളെ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം, പറയാട്ടോ. നമുക്ക് പോവാനുള്ള വിശേഷപ്പെട്ടൊരു കാര്യമുണ്ട്. വളരെ സന്തോഷമാണ് ഞങ്ങൾക്ക്. അപ്പൊ നമുക്ക് പറയാം. ഇപ്പൊ ഇനി നമുക്ക് ചായ കുടിച്ചിട്ട് എന്നെ കണ്ട് പോകണം. നമുക്ക് ഉമ്മാൻ്റെ അടുത്ത് പോകണം. ഉമ്മാക്ക് ശരിക്കും ഉമ്മാനെ നമ്മൾ കാണിക്കില്ല. ഉമ്മക്ക് കുറച്ച് വയസ്സായതാണ്, സുഖമില്ല. അപ്പൊ ഉമ്മക്ക് പറയും പോലെ നല്ലൊരു ഉമ്മയാണ്. നമുക്ക് ഉമ്മാനെ ടോർ ഭയങ്കര ഇതാണ്. നമ്മളമ്മേന്റെ പോലെ തന്നെ ആണ്. അപ്പൊ നമുക്ക് ഉമ്മാനെ ഒരു യാത്ര പറഞ്ഞിട്ട് പോണം. ഞങ്ങൾ അതിലേക്കൊന്നൊക്കെ ഇറങ്ങി വരാം അല്ലേ. പിന്നെ മൂപ്പരെ കാക്ക വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഉസ്താദാണ്. ഉസ്താദ് പിന്നെ പോയിട്ടുണ്ട് ഇവിടെ ഇല്ല. അപ്പൊ ഇപ്പൊ യൂസ്ഫാക്കില്ല കേട്ടോ. ഞങ്ങൾ നീച്ച മുതൽ യൂസ്ഫാക്കിനോടെ കാണാല്ല. ഇതിലേ പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ആള് നമ്മളിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. വീട്ടിലിരിക്കാത്ത ആളാണ്. എല്ലായിടത്തും ഇങ്ങനെ പോണ ആള് ഇന്നിവിടെ കാണാനേ ഇല്ല. ഭയങ്കര തണുപ്പാ നമ്മളെ റൂം കാണിച്ചാ. ലേറ്റ് അല്ലേ ഇങ്ങനത്തെ ഈ പുതപ്പിനുള്ളിൽ കിടന്ന് അത്ര ഇതാണ്. ഭയങ്കര ഇതല്ലേ ബ്ലാങ്കറ്റ്. ഇതിന്റെ അടിയിലുണ്ടല്ലേ. ഇതാണ് ഞങ്ങൾ എടുത്തത്. ഇത് അപ്പൂസിന്റെ ആണ്. ഇതിന്റെ ഉള്ളിൽ കടന്നാ പിന്നെ ഒന്നും അറിയില്ല. അത്രയും എന്നാലും അല്ലേ, എന്നാലും തണുപ്പാണ്. പിന്നെ ചൂട് അവനെല്ലാം വലിച്ചിട്ട് ചൂടാ. ഊട്ടി പോലല്ലേ, ഇവിടെ തന്നെ അല്ലല്ലേ. ഇവിടെ ഉള്ളവരൊക്കെ എങ്ങനെയാണ് അവരെ കാക്കണ ഇങ്ങനെ ഈ സമയത്ത് തണുപ്പുള്ളത്? നമ്മളോടൊക്കെ അന്നൊക്കെ ചുട്ടിട്ട് നിൽക്കാനും പറ്റില്ല. ഇപ്പൊ ഞങ്ങള് മോളത്തെ റൂമിലാട്ടോ. 2 റൂമുണ്ടല്ലേ. ഇതിന്റെ ആവശ്യമൊന്നുമില്ല. എല്ലാരും താഴത്ത്. ഗസ്റ്റ് വരുമ്പോ മാത്രമേ മുകളിൽ കിടക്കുള്ളൂ. നമ്മള് വരുന്നാരല്ലേ, നമ്മളിപ്പോ ബന്ധുക്കാരായി നമ്മള്. നമുക്ക് എത്രങ്ങാനും കുടുംബക്കാരുണ്ട് ഇപ്പൊ നമുക്ക്. ഇപ്പൊ നമുക്കൊരു 10-50 ചില ബന്ധുക്കാർ ഇവിടെ കിട്ടി. ഇതൊക്കെ വേറെ എല്ലാരും അറിയണൊക്കെ. പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ബത്തേരിക്കാരും. അല്ല ഇതൊക്കെ ഈ ബന്ധം ഞാൻ പറഞ്ഞത് ഈ കുടുംബായി. നമ്മളെ ഒരു ഏട്ടൻ അല്ലേ, അമ്മോന്, മാമ, കുട്ടികള് എല്ലാണ്. എന്തൊക്കെ കൊണ്ട് താഴത്തേക്ക് ഇറങ്ങണം. എന്നാലും നമ്മള് രാവിലത്തെ ചായക്കടി പുട്ടാണ് കേട്ടോ. പുട്ടുണ്ട്, ദോശ ഉണ്ട്. 1, 2, 3 കടി ഉണ്ടാവും. ഒക്കെ 2, 3 ഒക്കെ ആണ് കേട്ടോ. അതൊക്കെ ഭയങ്കര മടിയാട്ടോ, കുറവാണ്. അതാ കാണിക്കാത്ത. പിന്നെ ഉണ്ട് കേട്ടോ. ഇന്നലെ രാത്രി വന്നിട്ട് നമ്മള് സാമ്പാറോ മീൻ പൊരിക്കലോ നട്ടർ പറഞ്ഞ മീനൊക്കെ കഷ്ണം വെട്ടിക്കൊണ്ട ചിക്കൻ വേണ്ടായിട്ടോ. കാരണം ഉച്ചക്ക് തന്നെ നമ്മള് മന്തി ഹോട്ടലിൽ നിന്ന് മന്തിയൊക്കെ ഇല്ലേന്നോ അങ്ങനെ. പിന്നെ രാത്രി വന്നപ്പോ യൂസുഫക്ക മധുഹൂത്തല്ലേ അതിന് പറയാ, അത് ഉണ്ടാക്കി ഇവിടെ തന്നെ സ്വന്തം കൈ കൊണ്ട്. കാരണം ഗൾഫിൽ നിന്ന് ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുള്ളൂ വീഡിയോ കോൾ ചെയ്ത്.
ഇത് സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കി തന്നെ കൈപ്പുണ്യം കാണിച്ചു തന്നു കേട്ടോ. അങ്ങനെ മധുകൂത്ത് ഉണ്ടാക്കി തന്നു. പിന്നെ രാവിലെ ആയപ്പോൾ പൊറോട്ടയും ഇല്ല തിന്നല്ലാത്ത ഒന്നുമില്ല പറയണ്ട, ഇഷ്ടം പോലെ ഉണ്ട്. പൊറോട്ടയും പുട്ടും പിന്നെ എന്താ ഈ ചോറും ഉണ്ടായിരുന്നു മധുകൂത്ത്. ഈ സാധനം രാവിലെ കടി ഈ സാധനം പറഞ്ഞത് കമ്മിലെ ചെറിയ അമ്മി ഇത് വാങ്ങണേ നമുക്ക്. 500 രൂപ ഉള്ളൂ ഈ അമ്മിക്ക്. അതിന്റെ അടി ഒരു ടയറാണ്, റബ്ബർ പോലത്തെ സാധനം. അയ്യോ കമന്റ് ചെയ്തേ, നമുക്കല്ല നമ്മൾ ആദ്യമായിട്ട് കാണാം. കാരണം ഇതിവിടെ വെച്ചാൽ അങ്ങോട്ട് നീങ്ങും. നോക്കിയേ നിങ്ങളെ കാണൂല. ആ അങ്ങനെ അങ്ങനെ ഉണ്ടത്. അത് ഇന്നലെ ഫുള്ള് കണ്ടിട്ടുണ്ട്. ചെരുപ്പിടാൻ പറ്റൂല. തണുപ്പാണെന്നല്ലോ അതുകൂടെ ചെരുപ്പൊന്നും ഇടാത്ത ആൾക്കാരാണ്. നിൽക്കാൻ പറ്റുന്നില്ല, അത്രയും തണുപ്പം. നീ പുറത്തു കൂടെ ഇറങ്ങിയൊക്കെ പുറത്തേക്ക് ഇറങ്ങണം. ഇതാണ് വീടിന്റെ ഉമ്മറ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. സിറ്റ് ഔട്ട് റൂം കേട്ടോ, 2 റൂം. നീ പുറത്തേക്ക് ഇറങ്ങാം. എന്താ നിങ്ങളെ തൊടിന്ന് വായിക്കൊലട്ടിയാ യൂസ്ഫക്കാരന്റെ നമുക്ക് തോട്ടത്തിൽ നമുക്ക് കാപ്പി തോട്ടത്തിൽ പോകാൻ പറ്റിയില്ല. കാക്കാന്റെ നീ പുറത്ത് രാവിലെ പോയതാ തോന്നുന്നുണ്ട്. നീച്ചപ്പം മുതലവിടെ കാണാനുള്ള ആളെ. നമുക്ക് പോവാനുള്ള കോലൊക്കെ വെട്ടി വണ്ടിയിൽ വെച്ചിട്ട് ഇവിടേക്ക് അതിനല്ലേ ചാവി വെച്ചത് വണ്ടീന്റെ. അമ്മക്ക് എന്ന് പറഞ്ഞിട്ട് വെട്ടാൻ പോയതാണ് രാവിലെ നീറ്റോടനെ. ഇതാണോ കൊണ്ടുവച്ചിട്ട് അപ്പൂസ് ഇങ്ങനെയാണോ പോരുന്നത്? അങ്ങനെ പോരണ്ട അപ്പൂസ പാന്റ് ഇടണം. വീടുകളൊക്കെ ഉണ്ടല്ലേ, എല്ലാം ബന്ധുക്കാരാണ്. ഇവിടെ ഏറ്റവും കൂടുതലുള്ള ഏറ്റവും കൂടുതൽ കാണുന്ന സാധനമാണ് അടയ്ക്കാപ്പഴം. ചാക്ക് പറിച്ചോ വേണ്ട കണ്ടില്ലേ, അതെല്ലാം പഴുത്ത് കിടക്കുന്നുണ്ട് നിലത്ത് കിടക്കണൊക്കെ ആർക്കും വേണ്ടത്. അമ്മക്ക് ഇതൊക്കെ വീഡിയോകളായി കാണിക്കലുണ്ട്. അപ്പൊ അമ്മ പറയാ എന്താ അവിടുന്ന് അതൊക്കെ കീസിൽ കെട്ടി കൊണ്ടുവന്നോണ്ട് ഇട്ടോ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ബട്ടർ ഉണ്ടല്ലേ, ഇവിടെ ധാരാളമായിട്ട് കാണുന്ന സാധനമാണ് ബട്ടർ. പിന്നെന്താ കാപ്പി, കാപ്പിക്കുരു, തേയില, പിന്നെ മറ്റേ ബബ്ലി മൂസ്. ഞാനും പഠിച്ചിട്ട് ആ പേര് ഇവിടെ വന്നിട്ടാ പഠിച്ചത്. ബബ്ലി മൂസ് എല്ലാരും അതാ പറയാ. നമ്മള് വടോപ്പുളി എന്ന് പറയുന്നേ. ഇതൊക്കെ കുറച്ചാണ്ട് കേട്ടോ സ്ഥലം. പിന്നെ നമ്മളുള്ള അരിനെല്ലിക്ക് തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ മണ്ണൊക്കെ ഒരു വേറെ എന്തൊക്കെയോ പോലെ. ഇവിടെ ഒരു ഒട്ടണ സൈസ് മണ്ണാണ്, കാലിൽ ഇങ്ങനെ ഒട്ടി പിടിക്കണേ. പിന്നെ നമ്മളിങ്ങനെ കാണാത്തൊരു ഉറുമ്പ്, കുനിയനുറുമ്പിനൊക്കെ ഇവിടെ കാണാം. അല്ല നമ്മളൊരു ചാക്കിലല്ലേ നമുക്ക് അടയ്ക്കപ്പഴം. അതന്നെ അതിനെ ദിവസമൊക്കെ വെച്ചിട്ട് ഇന്നലത്തൊക്കെ എവിടെയാണ് അതാ പഴുത്ത് അവിടെ കിടക്കണം. അപ്പൊ അതൊന്നും വേണ്ട. ഇവിടെ ഒന്നുമില്ല. ഇങ്ങനെ മോളിക്ക് കുന്നാട്ടം കണ്ടില്ലേ, ഭയങ്കര സ്റ്റെപ്പായിട്ട് അല്ലേ. പേടിയാണ് അത്, നമുക്കൊന്ന് പേടിയാവും നോക്കാച്ച. അതിന്റെ ഹൈറ്റൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഹൈറ്റ് തരണ്ടേ യൂസുഫൊക്കെ പറയും. നല്ല വിശേഷം. ഇന്നെന്താ പരിപാടി? ഇന്ന് പോവാണെങ്കിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയില്ലേ? ഇന്ന് 2 ദിവസം എങ്ങോട്ടില്ല. നീ നേരെ പോവാ നോക്കി. 2 ദിവസം അപ്പൂസിന് നാളെ അച്ഛന്റെ പരിപാടി പല പ്രശ്നങ്ങളും. നമ്മുടെ ഡ്രസ്സ് മാറി വെയിറ്റ് ചെയ്തിക്ക. ഇതൊക്കെ നിങ്ങള് പച്ചക്കൃഷിയില്ലേ? പച്ചക്കറി ഫിജിക്ക് പുറത്ത് കണ്ടു പോയിരുന്നില്ല. അതിന് നമ്മള് പോയിരുന്നില്ല. ആ അപ്പൊ പോവും, എങ്ങോട്ടും പോല. ഞാൻ വലിയ വീട് ഇവിടെ യൂസ്ഫുക്കാരന്റെ വീടാ വലുതില്ലേ? 2 നില 2 നിലല്ലേ? അതൊരു നിലല്ലേ, ഇത് 2 നിലല്ലേ? ഇതിന്റെ ഉള്ളിൽ പുറത്തിറങ്ങണ്ടേ? തണുത്തിട്ട് പുറത്തിറങ്ങാൻ വയ്ക്കണ്ടേ? ഇതെന്താ കരിമ്പോ? സാധാ വെട്ടി കഴിഞ്ഞിട്ട്. ഇതിന്റെ മൈലാഞ്ചി അമ്മയുടെ ഒക്കെ ഉണ്ട്. യൂസുഖ അതില് മീനുണ്ടോ? യൂസുഖ മീനുണ്ടാവോ? ആരിലൊക്കെ ഉണ്ടാവും അല്ലേ? യൂസുഖാന്റെ കൊച്ചു ഗ്രാമാട്ടത്. അടിപൊളിയല്ലേ? ഗ്രാമത്തിൽ കൂടെ ചുറ്റാണ് പോവാണ്. കൂട്ടുകാരന്മാരെ കാണാൻ 1/2 മണിക്കൂർ വിട്ടോട്ടോ, നേരെ പോവും. ഇവിടെ നമ്മളെ കൊറേ സബ്സ്ക്രൈബ് ഉണ്ട്, അപ്പൊ അവിടെയൊക്കെ ഒന്ന് കണ്ടിട്ടില്ലേ? എല്ലാരും നമ്മളെ കാണുന്നുണ്ട്. നമ്മള് തിരിച്ചു കാണാൻ പോവാ.
ശരിയേ ആരാണ് അതെ നമ്മള് ഉമ്മുത്താത്ത അല്ലേ? അപ്പൊ നമ്മളെ എന്നും കാണലുണ്ട് ഇത്. അപ്പൊ നേരിട്ട് കണ്ടപ്പോ ഭയങ്കര സന്തോഷം കാണണം മുഖത്ത് നോക്കിയേ. യൂസഫാനെ പരിചയപ്പെടുന്നതിന് മുന്നേ കണ്ടിട്ടുണ്ട്. അതാണ് മുന്നേ ലൈക്ക് അടിക്കുക. പിന്നെയാണ് നമ്മളായിട്ടുള്ള ബന്ധം അറിഞ്ഞത്. അതൊരു സർപ്രൈസ് ആണ്. അങ്ങനല്ല, ഞാൻ അവിടെ ഉള്ളത് അറിയുന്നതിന് മുന്നേ ഞങ്ങള് ചാനൽ തുടങ്ങിയപ്പോ തന്നെ ഏതായാലും ഇതിൽ നിങ്ങൾക്ക് ഇറങ്ങട്ടെ. ഞങ്ങള് വേറെ വീട്ടിലല്ലേ യൂസഫാന്റെ കടയിലത്. യൂസഫാന്റെ എന്താ പേര് പറഞ്ഞേ? ഇതിൽ കേക്കാലോ. നമ്മളെ സുഭാഖന്റെ കട. നിങ്ങൾ ഇവിടുന്ന് സാധനം വാങ്ങല്ലേ? നമ്മളിവിടുന്ന് വാങ്ങി സുഭാഖൊക്കെ നിങ്ങളെ സ്ഥിരം പ്രേക്ഷകരാണ് തന്നെ. നിങ്ങള് ഇപ്പൊ ഇതിൽ കാണാലോ നാളെ. ഓക്കെ അതെ എന്നാ പോവാ. നീ പോയേക്ക, സമയല്ല, സമയം കഴിഞ്ഞു. നമ്മള് ഫ്രണ്ടാട്ടത് തന്നെ. ഇങ്ങനെ വണ്ടി പോയി കുടിക്കും. ശരിക്കും രൂപം ഇങ്ങനെ കാണാൻ ആൾക്കാർക്ക് സൗദിയില് തന്നെ. ഈ ഗ്രൗണ്ട് ആട്ടാ അന്ന് കപ്പ് എടുത്തല്ലേ കഴിഞ്ഞ വർഷം, 1.5 വർഷമായി. ഇതിലിങ്ങനെ പോയാല് തേയിലത്തോട്ടത്തേക്ക് കയറാം. ഇപ്പല്ല, അതിനൊന്നും സമയല്ലേ. അവിടെ നിന്നിട്ട് വന്നതല്ലേ. പക്ഷെ ഇപ്പൊ തേയിലത്തോട്ടത്തിലൊക്കെ അല്ലേ അട്ട പറയുന്ന സാധനം ഉണ്ടാവും. മഴ ചെയ്തിട്ട് കാലിത്താത്ത പറഞ്ഞു അട്ട ഉണ്ടാവും. അപ്പൊ പിടിക്കണോ? ഓ ഓനെ പിടിക്കണം. ആനുണ്ടാവും. മയിൽപ്പീരി. ഇപ്പൊ യൂസഫാന്റെ തേയിലത്തോട്ടത്തേക്ക് നമുക്ക് നിങ്ങളതല്ലോ. എന്താ ബട്ടറൊന്നും ഇവിടെ വേണ്ടതാ, ചാടി കിടക്കണം. ഇഷ്ടം പോലെതാണ് ഈ സാധനം. നമ്മളവിടെ ഇവിടെ ആർക്കും വേണ്ട. ഇത് പഴുത്തില്ലല്ലോ. സത്യല്ലേ കണ്ടോ? എന്ത് വിലയുള്ള സാധനം കിടക്കണ കിടത്ത് കണ്ടില്ലേ നേരത്തേക്ക്. രസല്ലേ കാണാന്. അപ്പൂസ് നോക്കിക്കോ മേലക്കൂടെ ഒക്കെ. നമ്മുടെ ഭയങ്കര റേറ്റ്. ഇത് കൂടെ ഒക്കെ ബട്ടർ ഉണ്ടല്ലേ മോൾ കൂടെ ഒക്കെ? മോൾ കൂടെ ഒക്കെ ഉണ്ടല്ലേ? ഞാൻ അട്ട കടിച്ചിട്ടോ. ഇവിടെ ഉണ്ടാവില്ല. എന്തിനാണ് മൈപ്പിൽ ഇഷ്ടം പോലെ വീട്ടിലുണ്ട്. ഞാൻ എന്തിനാണത്? വലിയില്ല. ഇതെന്താ സുഖമാരോ? വീട്ടി ഇപ്പൊ എന്നാ പോട്ടെ. നമുക്ക് വന്ന സമയമല്ല. യൂസഫ് ഇനി അടുത്ത പ്രാവശ്യങ്ങൾ വന്നിട്ട് നമുക്ക് ഇത് കൂടെ ഇനി ലോങ് യാത്ര അല്ല. ലോങ് യാത്ര യൂസഫ് ഖാനോട് വേണ്ട. നമുക്ക് സംസാരിച്ചാണ്ട് നമ്മളെ യൂസഫ് ഖാന്റെ അതേമാതിരി വില്ലേജ് ലൈഫൊക്കെ ഒന്ന് കാണാൻ എത്തിയതാ. അപ്പൊ നേരെ പോയി. കൂന വേണ്ട അപ്പൂസ. അടിപൊളിയല്ല സ്ഥലം. നല്ല കൂന. ഒന്നും ഇട്ടിട്ട് കാര്യമില്ല. അവിടെ എല്ലാ വർഷം ഉണ്ടാവാറുണ്ട്. എത്തി. നീ വിട്ടു പോലെ നമുക്ക്. അപ്പൂസിന്റെ പേടിയല്ല പോലെ വീട്ടിക്ക്. അങ്ങനെ പള്ളിയേട്ടത് കഴിഞ്ഞ പ്രാവശ്യക്ക് ഓർമ്മണ്ടേ മുറിച്ച്. ഇപ്പൊ നിസ്കാരത്തിനൊക്കെ സുഖമല്ല എവിടെയുമ്പോ. ഇതാണ്ട് അവിടെ കുറെ ഫുള്ള് കുന്നാട്ടോ. അവിടെയൊക്കെ പേടിയാണ്. ആനകളാണ്. 6 മണിയായാ പുറത്തിറങ്ങൂല അവല്. പേടിച്ചിട്ട് ആനല്ലേ. അപ്പൂസൊക്കെ നല്ല പേടിച്ച് പറിച്ചിരിക്കുന്നു. ആനാറുണ്ട്.
ആനാറല്ല പേടിച്ചില്ലേ? ആനെ പേടില്ല. യൂസ്ഫാന്റെ ഏട്ടന്റെ വീട്, യൂസ്ഫാന്റെ ഉമ്മേട്ടത് അല്ലേ? യൂസ്ഫാന്റെ മെമോകം കാണിക്കില്ലേ? കുഞ്ഞി നമ്മളതിലൊക്കെ കറങ്ങി വന്ന് ചായ കുടിക്കാണ് കേട്ടോ. ചിക്കൻ കറി ഉണ്ട്, ദോശ കലക്കി ചുട്ട ദോശ അല്ലേ നമ്മളെ, അതന്നെയാണ് കേട്ടോ. പിന്നെ ചിക്കൻ കറി, ചട്ടിണി ഉണ്ട്. ചട്ടിണി എങ്ങനെയൊക്കെ? ദോശയും ചട്ടിണിയും ഒരു തരം, ചിക്കൻ കറി പുട്ടും. എന്താ അടിപൊളി ചിക്കൻ കറി. പിന്നെ ഈ ചട്ടിണി എന്ന് പറഞ്ഞാല് നമ്മളവിടെ ഉണ്ടാക്കണ പോലെ വെറും നാളികേരം അരച്ച നാളികേരം അല്ല കേട്ടോ, അത് ഈ പൊട്ടുകടലല്ലേ അതും കൂടി ചേർത്ത് അരച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതും കൂട്ടി നോക്കണതും. പൊട്ടുകടല അപ്പൊ കുറച്ച് നമ്മളെ ചട്ടണിക്ക് ഒരു കട്ടിപ്പ് ഉണ്ടാവും കുറുന്നനായിട്ട്. നമ്മളത് കൂട്ടി വെക്കാൻ പോകണം കേട്ടോ. അത് അപ്പൂസിന് ദോശ ചട്ടണി അല്ല, ഈ മോഡലൊന്ന് കൂട്ടി വെക്കും. ഇത് വെറൈറ്റിയാ. ഓടാ ഓട്ടൊക്കെ യൂസ്ഫാക്ക് ഒരു കുറ്റി പുട്ടേണ്ടി വരും. നിങ്ങക്ക് കറക്റ്റ് ഒരു കുറ്റി എടുത്ത് വെച്ചിട്ട് ഇവിടെ അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കല്ലോ യൂസ്ഫാക്ക. അപ്പൊ ഇനി പോണ സീനൊന്നും നമ്മൾ എടുക്കണില്ല അല്ലേ? നമുക്ക് കടത്തിയിട്ട് കാണാം. യൂസ്ഫാന്റെ കാക്കേട്ടത് എല്ലാവർക്കും അറിയണ്ട. ഒരു ഹായ് എടുക്കി, ഒരു ഹായ്. കാക്കേനെ വൈകിട്ടാൻ പറ്റും കേട്ടോ. നാട്ടുണ്ണിയുടെ കാക്ക പോണേ. ആയിക്കോട്ടെ പോയാലോ. തേയിലത്തോട്ടാണ് കേട്ടോ. നല്ല അടിപൊളി സ്ഥലത്തിന്റെ നടുക്ക് കൂടെ നമ്മള് പോണത്. ഒരു ഭാഗത്ത് തേയില അതാ കറക്റ്റ് ആയിട്ട് നിണ്ട് ചപ്പ. ഈ ഭാഗത്ത് വെട്ടി കഴിഞ്ഞതേന്നു കേട്ടോ. 3 കൊല്ലം കൂടുമ്പോ ആണ് അത്ര ഇത് വെട്ടി എടുക്കുക. പറയാനൊരു മടി. പുതിയ തൈ വെച്ചതാലേ. ഇവിടെ നല്ല സീനറി, ഇവിടെ കുറെ ഷൂട്ടിംഗ്. ഇവിടെ സീസണില് നല്ല ആൾക്കാർ ടൂറിസ്റ്റ് ഒക്കെ വരുന്ന സ്ഥലമാണ്. ഇപ്പൊ ദേവാല എന്ന് പറഞ്ഞല്ലേ ഉമ്മറാക്ക, ദേവാലയൊക്കെയാണ് നമ്മള് പോണത്. ഉപ്പുട്ടി എന്ന സ്ഥലത്ത് നിന്ന് ദേവാലയാണ്. അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും ഇവിടെയൊക്കെ. അവിടെ കമന്റില് കാണാനിട്ടോ. അത്തിക്കുന്ന്. അപ്പൊ നല്ല വെയിലൊക്കെ ഉണ്ട്. വെയിലാണെങ്കിലും കൂടിയിട്ട് നല്ല തണുപ്പാണ്. നല്ല തണുപ്പുള്ള ഒരു ഇതിട്ട് നമുക്ക് കാറ്റ്. ഇപ്പൊ പണിക്കാരൊന്നും കാണില്ല അല്ലേ ഉമ്മറാക്ക? അന്ന് ഞായറാഴ്ചയാണ്, ഓഫാണല്ലോ. അപ്പൊ ഇവിടുത്തെ ജോലിക്കാരെ താമസിക്കുന്ന പാടി എന്നറിയും. ഇവിടെ ചിലര് ലയെന്ന് പറയും. സ്കൂള് ചെറുതില് നല്ല രസല്ലേ കാണാന്. ചെറുതൊന്നുമില്ല, അങ്ങോട്ട് ഉള്ളിലേക്ക് പഠിക്കാൻ തന്നെ ഒരു സമാധാനം ഉണ്ടാവും. സ്കൂളില് കുട്ടികളെ മെയിൻ ആയിട്ട് അതല്ലേ ഇവിടെ രോഗങ്ങൾ കുറവാണ്. രോഗങ്ങൾ കുറവാണ് ഇവിടെ. രോഗങ്ങൾ ഉണ്ടാവില്ല. രോഗങ്ങൾ ഉണ്ട്. ഇത്രല്ല നമ്മുടെ കേരളത്തിലെ പോലെ നമ്മുടെ കൊളസ്ട്രോൾ ഷുഗറൊക്കെ വാങ്ങിക്കുന്നത് വളരെ കുറവാണ്. തേയില ഫാക്ടറി കേട്ടോ. അപ്പൊ ഇനി നമ്മള് കാണാൻ പോണത് തേയിലേന്റെ ഫാക്ടറിയാണ് കേട്ടോ. നമുക്ക് ഉള്ളിലേക്ക് പെർമിഷൻ ഇല്ലാന്ന്. അപ്പൊ നമുക്ക് പുറത്തുനിന്ന് കാണാം കേട്ടോ. ഈ സൈഡൊക്കെ നല്ല രസം. താങ്കോട് കണിക്ക് ഇതിന്റെ എൻട്രി ഇവിടെ ഉണ്ട്. ഇവിടെ ഗേറ്റ് കാണാൻ കേട്ടോ. ഇതാണ് വലിയ ഫാക്ടറി, തേയില ഫാക്ടറി. തേയില ഫാക്ടറി ഉള്ളിലേക്ക് പ്രവേശനല്ല. നോ പെർമിഷൻ. ഉപ്പക്ക് പൈസ എടുക്കാനല്ലേ.
ചുരം ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. കുറച്ചായി ഇറങ്ങിയിട്ട്, പക്ഷെ പ്രത്യേക വൈബാണ്. അങ്ങോട്ട് പോയപ്പോ എനിക്ക് യൂസ് പാക്ക് ഉണ്ടായിരുന്നു നമ്മളപ്പോ. എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ നല്ല ധൈര്യമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. പക്ഷെ നമ്മള് പതുക്കെ ഇറങ്ങണുള്ളൂ കേട്ടോ. അങ്ങോട്ട് പോയപ്പോ നല്ല ഒരു സന്തോഷ ത്രില്ലല്ലേ പോണത്. ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഒരു മൊത്തത്തിലൊരു ടെൻഷൻ എല്ലായിടത്തും യാത്ര പറഞ്ഞിറങ്ങിയപ്പോ. പിന്നെ നമുക്ക് പോരാതെ പറ്റൂലല്ലോ. അപ്പൊ അങ്ങനെ പോന്നോണ്ട് നിൽക്കുകയാണ്. ഇപ്പൊ കണ്ടാ കാണില്ലേ, നല്ല കാഴ്ചയാണ്. ഉള്ളില് ചെറിയൊരു ഭയം ഉണ്ട്, അത് പിന്നെ ഇല്ലാതെ നിൽക്കൂലല്ലോ. ചുരമിറങ്ങല്ലേ, അടിക്കൊന്നും നോക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന കാഴ്ചയാണ്, അതൊന്നും മിസ്സാക്കാൻ പറ്റൂല. അപ്പോൾ 4 വഴിക്ക് നോക്കുന്നുണ്ട്. പിന്നെ ആന ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാവരും. അപ്പൊ അതുകൊണ്ട് ആനപ്പിണ്ടൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണുണ്ടാവും മൂപ്പര് അല്ലേ. പക്ഷെ അത് പിന്നെ നമ്മള് പോന്നപ്പോ അവിടെ ആ ഉപ്പൂപ്പാനെ യൂസുഫൊക്കെ ചെയ്ത പോലെ ആ ഉപ്പൂപ്പാക്ക് നമ്മളൊരു ഇതൊക്കെ പൈസയൊക്കെ അവിടെ കൊടുത്തിട്ടാണ് പോകുന്നത്. നമുക്കറിയില്ല, നമ്മള് വരുന്ന സ്ഥലമല്ലല്ലോ. അപ്പൊ അതേപോലെ നമ്മള് അയക്കിയിട്ടുണ്ട്. നമുക്കും അതിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞു. നമുക്കറിയാഞ്ഞിട്ട് എല്ലാവർക്കും അറിയണ്ടാവും. 2 ദിവസം കണ്ടിട്ടില്ല. ഞങ്ങൾ ഇവിടെ എത്തിയില്ലേ, പോയി അതേപോലെ തന്നെ ഇവിടെ എത്തി. ആശുപത്രിയിൽ എന്നിട്ടാ പക്കൂനെ കാണാക്കള്. ഞങ്ങളിത് ചോർന്നിട്ട് പോവാണ്. സമയം കുറയില്ലേ, ഇപ്പൊ എത്ര സമയം? 1 മണി ആവാനായില്ലേ. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പോവാം. എന്തൊക്കെ അളിയനോട് പോയി? നിങ്ങൾ നാളെ വരില്ലേ രാവിലെ? നാളെ രാവിലെ സന്ധ്യ. അപ്പൊ ഞങ്ങൾക്ക് അതിൻ്റെ തിരക്കുകളാട്ടോ. അപ്പൊ ഞാൻ വീട്ടിലെത്തിയാണ്. അപ്പൊ ഞങ്ങള് വീട്ടിലെത്തിയിട്ട് കൊറേ സമയം അയച്ചിട്ടുണ്ട്. അപ്പൊ പറയാനുള്ള സർപ്രൈസ് ഉണ്ടോ? സന്തോഷം പറയാന് നമുക്ക് നല്ലൊരു സന്തോഷമുള്ള കാര്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ പറയാതെ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നു, മനസ്സിൽ വെച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നു. അത് പറയാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് എന്താന്ന് വെച്ചാല് ഇതാ എൻ്റെ മടിയിലുണ്ട്. ഞങ്ങൾക്കൊരു കുഞ്ഞാവ വന്നു. നോക്കിയേ, ഇന്ന് മഴ ചെയ്തിട്ട് ഇവിടെ തണുപ്പുണ്ട്. അപ്പൊ ഇങ്ങനെ പറ്റി പിടിച്ച് ഇങ്ങനെ കിടക്കണം. ഞങ്ങള് രണ്ടാളും ഭയങ്കര കൂട്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ എന്താ ഉണ്ടായതെന്ന് അറിയാം. കാണിക്കാൻ കഴിയില്ല. ഇപ്പൊ ഇവിടെ ഞാൻ കുറച്ച് വെള്ളം കൊടുത്ത് പോയിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്ന സമയപ്പോ ഇതിൽ ഓടി കളിക്കണ്ട വിചാരിച്ചിട്ട് കൂട്ടില് ബാസ്ക്കറ്റ് വാങ്ങിട്ട് അതില് വെള്ളം കൊടുത്തേനെ. അതൊക്കെ തട്ടി മറിച്ച് ആളെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ കുഞ്ഞാവേന്റെ വിശേഷങ്ങളൊക്കെ നമ്മള് കറക്റ്റ് പറഞ്ഞുതരാം. എല്ലാരും കൂടി ഒരു നല്ല പേരൊക്കെ നമുക്ക് പറഞ്ഞു തരണട്ടാ. ഇവനെ കിട്ടിയതും ഇവന്റെ ഫുള്ള് വിശേഷങ്ങളൊക്കെ നനഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവരുത്ത പൊന്നാ. അപ്പൊ നമ്മളിതിന് പേരൊക്കെ സന്തോഷേട്ടന് ഒരു പേര് കണ്ടു വെച്ചിട്ടുണ്ട്. ആ പേരിന്റെ ബാക്കിൽ നല്ലൊരു കഥയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതും പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നിങ്ങള് ഒരു പേരൊക്കെ പറഞ്ഞു തരീട്ടാ. നോക്കണ്ടേ. അപ്പൊ ഇതിന് ഇങ്ങനെ തണുപ്പിട്ടാൻ വേണ്ടിട്ട് ഇന്റെ മേല് ഞാനിവിടെ നിന്ന് കിടക്കട്ടെ അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് പറ്റി ഇങ്ങനെ കിടക്കാണ്. എന്റെ എണ്ണേ കണ്ടോ, ഞാൻ ഇങ്ങനെ ഉഴിഞ്ഞ് തലോടി കൊടുക്കുമ്പോ ഇങ്ങനെ നല്ല എനിക്ക് ഇനി ആ തോരാതെ പറയുന്ന ഒരാളായിട്ടാ. കണ്ടാ നോക്കിയേ, ഞാൻ ഉഴിഞ്ഞു കൊടുക്കുമ്പോ എന്നെ ഇങ്ങനെ എന്റെ അടുത്ത് വന്ന് നിക്കണേ. ഓയ് നല്ല സുഖണ്ടാ. അപ്പൊ നാളെ കാണാട്ടോ. ബൈ.